ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സാധാ കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാമെന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യത്തിന് ചോറ് അരി വേണ്ട വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അത് നമ്മൾ ചൂടാക്കുക. വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെള്ളം നല്ലവണ്ണം ഒരു തിളയ്ക്കാനാവുന്ന ചൂടായി വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക, അരി കഴുകിയിട്ട് അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അരി കഴുകിയിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അപ്പോഴേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നമ്മൾ അതായത് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയും. അപ്പോഴേക്കും വെള്ളം എന്താവും, വെള്ളം ചൂടായിട്ട് കാണും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിൽ പോയി നോക്കിയാൽ വെള്ളം ചൂടായിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ചൂടായി എന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക, വെള്ളത്തിലേക്ക് നമ്മൾ അരി ഉണ്ടല്ലോ, വെള്ളം ചൂടായാൽ നോക്കുക, ഒരു ഇത്തിരിയും കൂടി സമയം ആയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ അരി എടുക്കുക. അരി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അരി എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഓരോരുത്തർക്കും എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അരി എടുത്ത് നല്ലവണ്ണം കഴുകുക. വെള്ളത്തിലിട്ട് നല്ല അത്യാവശ്യം വൃത്തിയായിട്ട് കഴുകുക. ആ വെള്ള കളറ് പോകുന്നവരെ വാർത്ത് വീണ്ടും വെള്ളമൊഴിച്ച് വീണ്ടും കഴുകുക. ഇങ്ങനെ കഴുകി ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴേക്കും അരി വൃത്തിയായിട്ട് കാണും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വെള്ളം തിളയ്ക്കുന്ന ആ സമയം നോക്കി, വെള്ളം തിളയ്ക്കുന്ന ഏകദേശം തിളച്ച രൂപത്തിലാകണം. വെള്ളം ഇപ്പോൾ തിളച്ച് കാണും, നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ കാര്യമായിട്ട് നമുക്ക് ജോലിയൊന്നുമില്ല. പിന്നെ ഈ വെള്ളം ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തിളച്ചാൽ നമ്മൾ അത്യാവശ്യത്തിന് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിടാറുണ്ട് ചോറിൽ. ഉപ്പിട്ടാൽ എന്താ വെച്ചാൽ ഒരു ഇതിലിപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു ക്ലിപ്പ് വേണമെങ്കിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടപ്പ് കൃത്യമായി അടയ്ക്കുക. ഒരു പ്രസ്സാക്കി അടയ്ക്കാണ്ട് അതിലടച്ചാൽ പിന്നെ അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം 1 മണിക്കൂർ നേരം വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ 1.5 മണിക്കൂർ, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ അതിലേക്ക് കുക്കറിൽ വെച്ചിട്ട് പിന്നെ ചോറ് എടുത്താൽ തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാം അത്യാവശ്യം നല്ല വേവിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇനി നമ്മളതിൻ്റെ വെള്ളം വാർക്കണം. അതിന് നമുക്ക് ക്ലിപ്പിട്ട് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ചരിച്ച് വെച്ചാൽ വെള്ളം അങ്ങനെ ഒഴിവായിട്ടുണ്ടാവും. വെള്ളം പോയി കഴിഞ്ഞ് നമുക്ക് ചോറ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ടാവും. ഈ ചോറ് നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പി ആവശ്യത്തിന് ചോറാണ്, കണ്ടമാനം കഴിക്കരുത്, ആവശ്യത്തിന് കഴിക്കാം. നമ്മളെ ചോറെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളീയരുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് ചോറും പപ്പടവും അതുപോലെ തന്നെ ഒരു കേരളീയരുടെ ഒരു ദേശീയ എന്താ പറയുക, കേരളീയരുടെ എങ്ങനെ പറയാമല്ലോ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് ചോറും പപ്പടമൊക്കെ. പിന്നെ അതുപോലെ പലതുമുണ്ട്, എങ്കിലും നമുക്ക് ഇത് രണ്ടും നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ചോറെടുത്ത് എല്ലാവരും ചോറൊക്കെ എടുത്ത് ഇനി കറി. ഈ ചോറിലേക്ക് എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കറിയും നമുക്ക്, മീൻകറിയാണെങ്കിൽ മീൻകറി, കോഴിക്കറിയാണെങ്കിൽ കോഴിക്കറി, ഇനി ദാൽ ഫ്രൈ ആണ് ദാൽ ഫ്രൈ, പിന്നെ വെജിറ്റബിൾ സാധാ കറിയാണ് അത്, സാമ്പാർ മുതലായ എല്ലാ കറികളും ഈ ചോറിലേക്ക് യോജിക്കുന്നതായിരിക്കും. അതാണ് ഈ ചോറിൻ്റെ പ്രത്യേകത. നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക വെച്ചാൽ, നമുക്ക് ഇപ്പം വീട്ടിലൊക്കെ ഏത് കറിയാണ് വെച്ചത് അതിലേക്ക് ചോറ് ഏത് കറിയാണ് വെച്ചത് ആ ചോറിലേക്ക് കറി പാകമായിരിക്കും. അതാണ് ഈ ചോറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോറുണ്ടാക്കി പഠിക്കുക. ഇപ്പം നമ്മൾ ചോറിൻ്റെ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞ് എങ്ങനെ ചോറ് വെക്കാമെന്നുള്ളത് സാധാ
ഒരു നോർമൽ കുക്കറിൽ ഇങ്ങനെയാണ് ചോറൊക്കെ വെള്ളം തിളപ്പിച്ച് അതിൽ വെച്ചാൽ ചോറായി. അങ്ങനെ ഇതുമാതിരി കഴിക്കുകയും ചെയ്യാം.